വീട് ഷിഫ്റ്റിക്കുന്നത് വേറെ ഒന്നുമില്ല. എന്നെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഇറക്കി വിട്ടതാണ്, വേറെ ഒന്നുമില്ല. ഇന്ന് രാവിലെ ജസ്റ്റ് ബാത്റൂം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ്. ഇപ്പം ഞാൻ അവരെ എല്ലാം ഇരിക്കാം, എന്തോ അറിയില്ല എനിക്ക്. രണ്ട് മക്കളെ ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടുപേരെ ഒരുപോലെ കാണുക. എൻ്റെ സഹോദരിക്ക് കല്യാണം കഴിഞ്ഞപ്പോൾ എല്ലാം കൊടുത്തു, സ്ഥലമായിട്ടാണെങ്കിൽ കാശായിട്ടാണെങ്കിൽ സ്വർണ്ണം. അന്ന് എൻ്റെ കയ്യിൽ കാശില്ലായിരുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ കഥകൾ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക്. എന്നെ ഇറിറ്റേറ്റ് ചെയ്തു ഞാൻ കാണിച്ചത്. എനിക്ക് പിന്നെ ബന്ധങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് ആരെയും ഉപദ്രവിക്കണ്ടെന്ന് തോന്നി. ഞാൻ അതിന് പകരമായിട്ട് ഞാൻ തന്നെ പിന്നെ ചെയ്തിട്ട സാധനങ്ങൾ ഞാൻ അടിച്ചു പൊട്ടിക്കില്ല എന്നല്ല ഞാൻ കാണിച്ചു തരാം. എനിക്കിപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കുള്ള പ്രശ്നം, എനിക്ക് രണ്ടും മക്കൾ അടുത്തടുത്തുണ്ടായിപ്പോയി. അത് രണ്ടും പെൺകുട്ടികളായിപ്പോയി. അതിനാണ് എന്നെ എൻ്റെ ഭാര്യയെ ടോർച്ചർ സംസാരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഡ്രീം റൈഡർ 280 എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ സുപരിചിതനായ അനു ആണ്. അനു പറഞ്ഞു വെക്കുന്നത് തന്റെ കയ്യിൽ നിന്നും തനിക്ക് കുറേയധികം നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. തന്റെ സ്വന്തം വണ്ടി തനിക്ക് നഷ്ടമായി, കടബാധ്യതകൾ തീർക്കാനായി വണ്ടി വിൽക്കേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ഏകദേശം 3.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരു മെയിൻ ചാനൽ അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ സ്വല്പം അഹങ്കാരം കൊണ്ടോ തന്റെ കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ തനിക്ക് തന്റെ വീടും നഷ്ടമാകാൻ പോവുകയാണ് എന്നാണ്. തന്റെ വീട്ടിൽ നിന്നും തന്റെ അമ്മ മോശം വാക്കുകൾ ഉപയോഗിച്ച്, പച്ചയ്ക്ക് പറഞ്ഞാൽ തെറി പറഞ്ഞുകൊണ്ട് തന്നോട് ഇറങ്ങിപ്പോവാൻ ആവശ്യപ്പെട്ടു എന്നാണ് വളരെയധികം വിഷമിച്ച് അനു സംസാരിക്കുന്നത്. അനു സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും വളരെ വിഷമിച്ചാണ്, വളരെ ബുദ്ധിമുട്ടിയാണ്, കണ്ണുകൾ നിറഞ്ഞു തന്നെയാണ് അനു സംസാരിക്കുന്നത്. യാതൊരു വിധത്തിലുള്ള എഡിറ്റിംഗ് ഇല്ല, എഡിറ്റ് ചെയ്യാൻ തനിക്ക് സമയമില്ല, എത്രയും പെട്ടെന്ന് തന്നെ തനിക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകണം, ലൈവായിട്ട് നിങ്ങളെ എല്ലാം ഞാൻ കാണിച്ചു തരികയാണ് എന്നെല്ലാമാണ് അനു ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. ഒരുപക്ഷെ അനുവിന്റെയും ചിന്നുവിന്റെയും വീഡിയോകൾ തുടക്കം മുതൽ കണ്ടിട്ടുള്ളവർക്ക് അനുവിന്റെ വീട്ടുകാരെ കുറിച്ചോ അനുവിന്റെ അമ്മേനെ കുറിച്ചോ നല്ല അഭിപ്രായമായിരിക്കും ഉണ്ടാവുക, അല്ലെ? കുറേയധികം കമന്റ് സെക്ഷനുകളിൽ വന്നിരിക്കുന്ന കമന്റുകളും കുറേയധികം സബ്സ്ക്രൈബേഴ്സിന്റെ വാക്കുകളും എന്ന് പറയുന്നത് ചിന്നുവാണ് തെറ്റുകാരി, അമ്മ പാവമാണ്, ചിന്നുവാണ് എപ്പോഴും അമ്മയോട് വഴക്കുണ്ടാക്കുന്നത്, ചിന്നുവിന്റെ അറിവില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടുമാണ് ആ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നെല്ലാമാണ്. കുറേയധികം ആൾക്കാർ അനുവിനെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അനുവിനും അഹങ്കാരമുണ്ട്, ദുർച്ചെലവുകളുണ്ട്, കുടിക്കാറുണ്ട് എന്നെല്ലാം പറഞ്ഞ് അനുവിന്റെ നേരെ വരുന്ന കുറ്റങ്ങളും ചെറുതൊന്നും ആയിരുന്നില്ല. എന്തു തന്നെയായാലും അനു ഇപ്പോൾ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സ് ഒരുപോലെ വിഷമിക്കുന്നുണ്ട്, അല്ലെ? അനുവിന്റെ അമ്മ സ്വന്തം വീട്ടിൽ നിന്നും തെറി പറഞ്ഞിറക്കി വിടാനുള്ള കാരണം അനുവിന് 2 മക്കൾ അടുപ്പിച്ചുണ്ടായിപ്പോയി, അത് രണ്ടും പെൺമക്കളായി പോയി എന്നെല്ലാമാണ് പറയുന്നത്. ഏത് രീതിയിലുള്ള ലോകത്താണ് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നത് എന്ന് പിന്നെയും ചിന്തിച്ചു പോവുകയാണ്, അല്ലെ? പെൺകുട്ടികൾ ഉണ്ടായി അല്ലെങ്കിൽ 2 മക്കൾ വളരെ ചെറിയ കാലയളവിനുള്ളിൽ ഉണ്ടായി എന്നുള്ളത് അനുവിന്റെ ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ ചിന്നുവിന്റെ ഒരു കുറ്റമായിട്ടോ കാണുന്ന മാതാപിതാക്കളാണ് ഇവർക്കുള്ളത് എന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ ഈ കാണിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കോ അല്ലെങ്കിൽ ഇവർ ഈ കാണിക്കുന്ന അകൽച്ചയ്ക്കോ തെറ്റു പറയേണ്ട കാര്യമുണ്ടോ എന്ന് എടുത്തു ചോദിച്ചത് ചിന്നുവിനെ കുറെ അധികം ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. ചിന്നു കാരണമാണ് എപ്പോഴും ആ വീട്ടിൽ പ്രശ്നം എന്ന് തന്നെയായിരുന്നു കമന്റ് സെക്ഷനുകളെല്ലാം സംസാരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ അനു തുറന്നു പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ആ അമ്മയുടെ കയ്യിൽ തെറ്റുകളുണ്ട്, ഇപ്പോഴും മാറാത്ത കുറേയധികം ചിന്താഗതികൾ കൊണ്ടു നടക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം. പെൺകുട്ടികൾ വീടിന് ഭാരമാണ്, പെൺകുട്ടികൾ ഉണ്ടായാൽ അധിക ചെലവാണ്, അവരെ കല്യാണം കഴിച്ചു വിടണം, ഇങ്ങനെയുള്ള കുറെ തെറ്റായ ധാരണകൾ മനസ്സിനകത്തും തലയ്ക്കകത്തും ഉള്ളതുകൊണ്ടായിരിക്കും ഇവരെ പോലെ അലമയെ പോലുള്ള സ്ത്രീകൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്. അല്ലാതെ മറ്റെന്ത് ന്യായീകരണമാണ് ഇവർക്കൊക്കെ പറയാനുണ്ടാവുക? അങ്ങനെ ഒരു അധിക ചെലവല്ല, അത് ആൺകൊച്ചായാലും പെൺകൊച്ചായാലും തുല്യതയാണ്, അല്ലെങ്കിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അത് അവരുടെ മാതാപിതാക്കൾക്ക് സ്വത്ത് തന്നെയാണ്, സ്വർഗം തന്നെയാണ് എന്നൊക്കെ എന്നാണ് ഇവരെ പോലെയുള്ള പിന്നോക്ക ചിന്താഗതിക്കാർ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന അമ്മയ്ക്കും ഒരു മകളാണുള്ളത്. ആ മകൾ ഉണ്ടായപ്പോൾ ഈ അമ്മ കുത്തിയിരുന്ന് കരയുകയായിരുന്നു, അല്ലെങ്കിൽ ആ മകളെ വലുതാകുമ്പോൾ കല്യാണം കഴിച്ചു വിടണം, അത് അധിക ചെലവാണ് എന്നെല്ലാം ഓർത്ത് തല പെരുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. ആ മകളെ വളർത്തി വലുതാക്കി കല്യാണം കഴിപ്പിക്കുകയൊക്കെ ചെയ്തില്ലേ? അതുപോലെ പെൺമക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആൺമക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അവരുടെ മാതാപിതാക്കൾ അതെല്ലാം ചെയ്തോളും. നിങ്ങളെ പോലെയുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അല്ലെങ്കിൽ മുത്തശ്ശന്മാരൊക്കെ എന്തിനാണ് ഇതെല്ലാം ഓർത്ത് നിങ്ങളുടെ തല പുണ്ണാക്കുന്നത്? അനു ഇവിടെ പറയുന്നുണ്ട്, ഞാനിപ്പോൾ മദ്യപിച്ചിട്ടോ കുടിച്ചിട്ടോ ഒന്നുമില്ല, ഞാൻ ഒരു ഹോം ടൂർ എടുക്കാൻ തുടങ്ങിയായിരുന്നു. ആ ഹോം ടൂർ എടുക്കുന്ന സമയത്ത് ആ വീട്ടിലെ ബാത്റൂം വളരെ മോശമായിട്ട് കിടക്കുന്നത് കൊണ്ട് അത് ഉപയോഗിച്ചവരെ അത് വൃത്തിയാക്കി ഇടില്ല, അവരെ കുറ്റം പറയാൻ തനിക്ക് വയ്യാത്തത് കൊണ്ടും താൻ തന്നെ അത് ശരിയാക്കുകയായിരുന്നു, ക്ലീൻ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് അമ്മ വന്നിട്ട് തനിക്കത് ഉപയോഗിക്കണം എന്ന് പറയുന്നു. അങ്ങനെ അമ്മയോട് ഉപയോഗിച്ചോളാൻ പറയുന്ന സമയത്ത് അമ്മ ഒരു മോശം വാക്ക് തന്നെ വിളിച്ചു. എന്നെ വിളിച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ തിരിച്ചും അമ്മേനെ ഒരു മോശം വാക്ക് വിളിച്ചു എന്ന് അനു സമ്മതിക്കുന്നുണ്ട്.
അങ്ങനെ അമ്മേനെ മോശം വാക്ക് വിളിക്കുന്ന പ്രവൃത്തിനെ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് ആർക്കും വിശകലനം ചെയ്യാനും പറ്റില്ല. അങ്ങനെ അവിടെ മോശം വാക്കുകളുടെ ഒരു പെരുമഴ ഉണ്ടായി കാണും, അല്ലെങ്കിൽ അത് മോശം രീതിയിലേക്ക് വഴിവിട്ട വഴക്കായിട്ട് മാറി കാണും. അങ്ങനെ അനു അവിടെ കൈ കിട്ടിയ സാധനങ്ങൾ കുറെ അധികം സാധനങ്ങൾ പൊട്ടിച്ചു അല്ലെങ്കിൽ നശിപ്പിച്ചു എന്നും അനു സമ്മതിക്കുന്നുണ്ട്. അതെല്ലാം അനുവിന്റെ ഭാഗത്തുള്ള തെറ്റുകൾ തന്നെയാണ്. ഏതൊക്കെയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അമ്മ അമ്മ തന്നെയാണ്. ശരിയാണ്, അനു പറയുന്നതനുസരിച്ച് അനു കുട്ടിക്കാലം മുതൽ അനുഭവിച്ചു വരുന്ന കുറെ അധികം കാര്യങ്ങളുണ്ട്. അതിനോടൊന്നും താൻ പ്രതികരിച്ചിട്ടില്ല. ഇനിയും പ്രതികരിക്കുന്നില്ലെങ്കിൽ തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവിടെ ജീവിക്കാൻ പറ്റില്ല എന്നെല്ലാമാണ് അനു പറയുന്നത്. അനുവിന്റെ ഭാഗത്ത് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ശരികളാണ്. പക്ഷെ അമ്മയെ തല്ലിയാലും രണ്ടു ഭാഗമുള്ള നാടാണ്. കുറ്റം പറയാനും അല്ലെങ്കിൽ അനു ചെയ്തതിനകത്തും തെറ്റുകൾ ഉണ്ട് എന്ന് പറയാനും എല്ലാവർക്കും അവകാശമുണ്ട്. കാരണം നിങ്ങൾ ഇത് പബ്ലിക്കിലേക്ക് പങ്കുവച്ചൊരു മാറ്റർ ആണ്, അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്തൊരു വീഡിയോ ആണ്. ഇങ്ങനെ സാധനങ്ങൾ നശിപ്പിക്കുന്നതും അമ്മേനെ തെറി പറയുന്നതും മോശം പറയുന്നതും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും അനു ചെയ്തതിനേക്കാൾ വലിയ തെറ്റുകളാണ്. രണ്ട് പെൺമക്കൾ ഉണ്ടായിപ്പോയി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ എന്നുള്ള തെറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് വളരെ മോശമായി അനുവിനോടും അനുവിന്റെ ഭാര്യയോടും പെരുമാറുകയും അവരോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ പറയുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ അനു വീഡിയോയ്ക്കകത്ത് പറയുന്നത് പോലെ തന്നെ ആ വീടും ആ സ്ഥലവും അനാഥാലയത്തിന് കൊടുക്കും എന്നുള്ള രീതിയിലുള്ള ഭീഷണിയാണ് അമ്മ പുറപ്പെടുവിക്കുന്നത്. അങ്ങനെ അനാഥാലയത്തിന് കൊടുത്താലൊന്നും തനിക്കൊന്നുമില്ല, തന്റെ മക്കളെയും ഭാര്യനെയും കൊണ്ട് താൻ വാടക വീട്ടിലേക്ക് മാറുകയാണ് എന്ന് തന്നെയാണ് അനു പറയുന്നത്. കൂടാതെ അനു കൂട്ടിച്ചേർക്കുന്നത്, ഞാൻ എന്റെ യൂട്യൂബിൽ നിന്നും ഏകദേശം 2 ലക്ഷത്തിലധികം വരുമാനം നേടിക്കൊണ്ടിരുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്ത് ഇവർക്കൊക്കെ എന്നെ ഇഷ്ടമായിരുന്നു, കാരണം അനുവിന്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. ഇപ്പോൾ അനുവിന്റെ കയ്യിൽ പൈസ ഇല്ല, അനുവിന്റെ വണ്ടിയും മെയിൻ ചാനലും ഒക്കെ നഷ്ടമായി. അതുകൊണ്ട് അനുവിനോട് ഇവർക്കൊക്കെ പുച്ഛമാണ്. ഇറങ്ങിക്കോളാൻ പറയുമ്പോൾ അങ്ങനെ വെറും കൈയോടെ ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. ഞാൻ ഏകദേശം മുകളിലായിട്ട് 1 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ട്. അതായത് മുകളിൽ പ്ലഗുകൾ ശരിയാക്കാനും അല്ലെങ്കിൽ ഒരു ഓഫീസ് സെറ്റപ്പ് ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് 1 ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ടുണ്ട്. ആ 1 ലക്ഷം രൂപ പലിശയൊന്നും എനിക്ക് വേണ്ട, കാരണം ഞാൻ നിങ്ങളുടെ കൂടെ ഇത്രയും നാളും താമസിച്ചതാണല്ലോ. പക്ഷെ മുടക്ക് മുതൽ എനിക്ക് തിരിച്ചു തരണം. അങ്ങനെ തിരിച്ചു തന്നാൽ മാത്രമേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ എന്ന് അനു വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് അനു പറയുന്നു. അപ്പോൾ ആ 1 ലക്ഷം രൂപ എടുക്കാനായിട്ടാണെന്ന് തോന്നുന്നു അമ്മയും സഹോദരിയും കൂടെ പുറത്തോട്ട് പോയിട്ടുണ്ട്. അവരുടെ കയ്യിലെല്ലാം പൈസയുണ്ട്, അല്ലെങ്കിൽ പണയം വെച്ചോ എങ്ങനെയെങ്കിലും 1 ലക്ഷം പൈസ കൊണ്ടുവന്ന് തരുമായിരിക്കും. അങ്ങനെ തരികയാണെങ്കിൽ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങുകയാണ് എന്ന് നിറ കണ്ണുകളോടെ തന്നെയാണ് അനു പറയുന്നത്. അതിനകത്ത് ചിന്നുവിനെ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ ചിന്നുവിനും എന്ത് പറയണമെന്ന് അറിയില്ലായിരിക്കാം. കാരണം എന്ത് പറഞ്ഞാലും ചിന്നുവിന്റെ തലയിലേക്ക് കുറെ അധികം കുറ്റങ്ങൾ വരുന്ന സമയമാണ്. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് ഒരുപക്ഷെ ചിന്നു ചിന്തിച്ചിട്ടുണ്ടാവും. കാരണം അമ്മേനെ സ്വന്തം മകൻ കുറ്റം പറയുന്നത് പോലെ ആവില്ലല്ലോ അമ്മായി അമ്മേനെ മരുമോള് കുറ്റം പറയുമ്പോൾ. ചിന്നുവിനെ കുറെ അധികം ആൾക്കാർ കുറ്റം പറയും, അല്ലെങ്കിൽ വെറുതെ വെറുപ്പ് നിറഞ്ഞ കമന്റുകൾ വരും. അത് വരുത്തണ്ട എന്നുള്ള ചിന്തയിലായിരിക്കാം ഒരുപക്ഷെ ഒഴിഞ്ഞു മാറി ചിന്നു നിന്നത്. ഇതന്നെയായാലും നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നതും കേട്ടതും ഒരു ഭാഗം മാത്രമാണ്. അനുവിന്റെയും ചിന്നുവിന്റെയും ഭാഗം മാത്രമേ നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുള്ളൂ. ഒരുപക്ഷെ ഇതുമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭാഗം പറയാൻ അനുവിന്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരിക്കാം. പക്ഷെ അവർ യൂട്യൂബ് ഒന്നും ഉപയോഗിക്കുന്ന ആൾക്കാരല്ലാത്തത് കൊണ്ട് ആ വീഡിയോയോ അവരുടെ ആ അഭിപ്രായങ്ങളോ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. എന്തു തന്നെ ആയാലും അനു വളരെയധികം കരഞ്ഞ് വിഷമിച്ച് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന വീഡിയോ കള്ളമാണ് എന്ന് വിശ്വസിക്കാൻ എനിക്കും താല്പര്യമില്ല. സത്യമായിരിക്കും. പെൺമക്കൾ ഉള്ളത് കൊണ്ട് വെറുക്കുന്ന അല്ലെങ്കിൽ പെൺമക്കൾ ഉണ്ടായി പോയത് കൊണ്ട് മരുമക്കളോട് വഴക്കിടുന്ന എത്രയോ അമ്മായിയമ്മമാരെയും കുടുംബങ്ങളെയും നമ്മൾ ഇതിനു മുമ്പ് വാർത്തകളിൽ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് എവിടെയൊക്കെയോ ഇതിനകത്തും സത്യങ്ങൾ ഉണ്ടാവാം, ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അമ്മ ചെയ്യുന്നത് വളരെ മോശമായൊരു പ്രവൃത്തിയാണ്. പെൺമക്കളായാലും ആൺമക്കളായാലും മക്കൾ എന്നുള്ളത് മാത്രമാണ് കണക്കിലെടുക്കേണ്ടത്. അവരുടെ ജെൻഡറോ അല്ലെങ്കിൽ അവരുടെ ജാതിയോ അവരുടെ നിറമോ ഒന്നും കണക്കിലെടുത്ത് അവരെ സ്നേഹിക്കേണ്ട അവസ്ഥ ഇങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉണ്ടാവൂ. സമൂഹം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് ജീവിത രീതികളും ചിന്താരീതികളും മാറ്റുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അനുവിന്റെ അമ്മയ്ക്ക് ഇനിയെങ്കിലും ഒരു തിരിച്ചറിവ് ഉണ്ടാകട്ടെ. അനുവിനെയും ചിന്നുവിനെയും സ്വന്തം മകനെയും മകളെയും പോലെ സ്നേഹിക്കാൻ അവർക്ക് പറ്റട്ടെ. മാതാപിതാക്കളുടെ കൂടെ തുടർന്ന് നിൽക്കാൻ അനുവിനും ചിന്നുവിനും സാധിക്കട്ടെ. ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് പ്രത്യാശിക്കാം എന്നല്ലാതെ അനുവിന്റെ ഈ വീഡിയോ കാണുന്ന നമുക്കെല്ലാം ഇതിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയില്ലല്ലോ. ഞാൻ സംസാരിച്ചതും ഞാൻ പങ്കുവച്ചതും എന്റെ അഭിപ്രായങ്ങളാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷനിൽ. താങ്ക് യു.